ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് മുംബൈ ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മുന്നത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നല്ല വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് മിസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട്. കുക്കിംഗ് പരിപാടികളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് ദോശയും പാലക്കും പരിപ്പിട്ട കറിയായിരുന്നു രാവിലെ തന്നെ. അപ്പം ഞങ്ങളത് കഴിച്ചു. അപ്പോൾ പാക്കിങ് തുടങ്ങാനുള്ളത് കൊണ്ടുവന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ അടുക്കളത്തെ പണികളിലേക്ക് പോയി. ഒരുപാട് സാധനങ്ങൾ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി, ഞാനും മോളും മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം, പിന്നെ ഏട്ടനെ ഒറ്റയ്ക്ക് ആക്കി പോകണമല്ലോ എന്നുള്ള സങ്കടവും ഉണ്ട് കേട്ടോ. എന്നാലും ഇതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒരുവിധം ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കഴുകി ഉണക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാക്കി വന്ന പാത്രങ്ങളൊക്കെ രാത്രി കഴിക്കാനുള്ള പാത്രങ്ങൾ മാത്രം മാറ്റി വെച്ചിട്ട് നമ്മളിതൊക്കെ വൃത്തിയാക്കുകയാണ്. ഇന്ന് നൈറ്റ് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോൾ എല്ലാം കഴിച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഫുഡ്. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പോകുന്നതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ഞങ്ങൾ പാക്കിങ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ കാർഡ്ബോർഡ് പെട്ടി ബാഗും അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെയും മോളെയും പകുതി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടന് പിന്നെ ക്യാമ്പിലേക്കുള്ള ഡ്രസ്സ് വേറെ, വീട്ടിലേക്കുള്ള ഡ്രസ്സ് വേറെ വേറെ ആക്കട്ടെ. അതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് വന്നിട്ട് പാക്ക് ചെയ്തിട്ടോ. മോളും കൂടെയുണ്ട്. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പെട്ടിയുടെ ഉള്ളിൽ കളിക്കുകയാണ് കേട്ടോ കുഞ്ഞിമോൾ. അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ, പക്ഷേ നാട്ടിൽ അമ്മമ്മനെ കാണാൻ പോവുക എന്നുള്ളൊരു സന്തോഷം അവൾക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ അലമാരയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ റൂം ഒഴിവാക്കുമ്പോൾ വേറൊരാളാണല്ലോ റൂം എടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ വേസ്റ്റുകൾ കൊണ്ടോ ഇത് കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പറ്റുന്ന വിധത്തിൽ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഇനി നാളെ രാവിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും മോളും കുളി കഴിഞ്ഞ് ഇനി വേണം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ. കുറച്ച് നാളേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും അതിനായിട്ടൊക്കെ പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുമോളെയും കുളി കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടൻ വന്നു. ഏട്ടനും ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് അത്ര പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റ് ഇല്ലായിരുന്നു. ഇതാണ് ഫ്രണ്ടിൻ്റെ വീട്, 10ാം നിലയിലാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ പോവുകയാണ്, കഴിക്കാൻ പോവുക. പിന്നെ തിരിച്ച് വന്ന് കുറച്ചും കൂടെ പാക്ക് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ നാളെ വീട്ടിലേക്ക് പോവുകയാണ്. സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.